അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചരിത്രത്തിൽ നമ്മളൊരു കള്ളന്റെയും പണ്ഡിതന്റെയും കഥ പഠിച്ചിട്ടുണ്ട്. ഒരു പണ്ഡിതന്റെ വീട്ടിലേക്ക് കള്ളൻ വരികയാണ്. അങ്ങനെ കള്ളൻ വന്ന സമയത്ത് പണ്ഡിതന്റെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. അവിടെ ആരെയും കാണാത്ത രീതിയിലാണ്. ആദ്യം തന്നെ ആ കള്ളൻ വന്ന സമയത്ത് അവിടെ ആരെയും കാണുന്നില്ല. അങ്ങനെ ആ പണ്ഡിതന്റെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് ആ കള്ളൻ ഒറ്റയ്ക്ക് അത് ചുമക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഈ പണ്ഡിതൻ വന്നിട്ട് സഹായിക്കുകയാണ്. അപ്പൊ ഇയാൾക്ക് മനസ്സിലായിട്ടില്ല ആരാണ് ഇത് എന്ന് മനസ്സിലായിട്ടില്ല. തന്റെ കളവ് മുതലിന്റെ പങ്ക് പറ്റാൻ വന്ന മറ്റൊരു കള്ളനാണ് എന്നാണ് വിചാരിച്ചത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഈ കള്ളൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ഒരു ഇത്ര ശതമാനം ഞാൻ ഇതിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു, നീ തരികയാണെങ്കിൽ മൊത്തമായിട്ട് എനിക്ക് തരേണ്ടി വരും. കാരണം ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അല്ലെങ്കിൽ യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് വെച്ചാൽ യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹുവാണ്. എന്നാൽ പോലും ഇത് എന്റെ മുതലാണ്, അതുകൊണ്ട് ശരിക്ക് ഞാനാണ് ഇതിന്റെ അവകാശി എന്നുള്ള നിലക്ക് പണ്ഡിതൻ പറയുന്നു. പക്ഷെ വളരെ മാന്യമായിട്ട് പറഞ്ഞു, നിനക്ക് ഇതിന്റെ ആവശ്യമുണ്ടെങ്കിൽ നീ ഈ മുതലെല്ലാം നീ എടുത്തോളൂ, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. കാരണം ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും കിട്ടും. നിനക്ക് ഇതിന്റെ ആവശ്യമുണ്ടെങ്കിൽ നീ അത് എടുത്തോളൂ എന്ന് പണ്ഡിതൻ പറയാണ്. അതോടുകൂടെ ആ ഒരു കള്ളന്റെ മനസ്സ് മാറുകയും ആ കള്ളൻ ആ ഒരു ദുർമാർഗത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യാണ്. പിന്നെ ഒരിക്കലും ആ കള്ളൻ ജീവിതത്തിൽ കട്ടിട്ടില്ല. നമ്മൾ ആളുകളോട് ഉപദേശിക്കുന്ന സമയത്തും ഈ രീതിയിലായിരിക്കണം. ആളുകളോട് ഈ രീതിയിൽ സമീപനത്തോടു കൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര ദുഷ്ടനായിട്ടുള്ള ആളുകളാണെങ്കിലും അവർക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അവരുടെ ജീവിതത്തിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആളുകളോട് ഉപദേശിക്കുമ്പോഴും എത്ര തെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരോട് പെരുമാറുന്നത് വളരെ നല്ല രീതിയിലായിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.